വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ഇനി മുതൽ ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് 2024 ബോർഡ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയിട്ട് സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതൊരു പക്ഷേ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം. ഇപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് പേപ്പറിലതാണ് കേട്ടോ. ബേസിക് ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, റെഡി? ഇതാണ് MCQയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ. ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 281 ആൻഡ് 1249 ലീവിങ് റിമൈൻഡർ 5 ആൻഡ് 7 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ നമ്പറിന് 5 മൈനസ് ചെയ്യുക. 281 5 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 276 അല്ലേ? ഓക്കെ, ഇനി അടുത്തത് 1249 7 മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1242 കിട്ടും. സോ ഗ്രേറ്റസ്റ്റ് നമ്പറാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ HCF ഓഫ് ദീസ് ടു നമ്പേഴ്സ്. ഓക്കെ, HCF കാണാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 276നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 138 again 2 6 9. Okay, now 3, can you see? 2 3 23 പ്രൈം നമ്പറാണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. ഇനി അതേപോലെ നെക്സ്റ്റ് നമ്പർ 1242 അല്ലേ? 1242 ഇതൊക്കെ നല്ല സ്പീഡിന് ചെയ്യണം, ബിക്കോസ് ഇത് MCQ ക്വസ്റ്റ്യൻ ആണ്. 2 6 2 1 ഇത് 9 വരും ആഡ് ചെയ്യുമ്പോൾ. സോ 3യുടെ മൾട്ടിപ്പിളാണ് 3 207. ഓക്കെ, കറക്റ്റ് അല്ലേ? 207. നൗ വീണ്ടും 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ 6 9 എഗെയിൻ 3 വരുമ്പോൾ 23 വരും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രൈം ഫാക്ടറൈസേഷൻ. അതായത് 276 എന്നുള്ളത് 2 raised to 2 into 3 into 23. The other number 1242 is equal to 2 into 3 cube into 23. ഓക്കെ, ഇനി നിങ്ങളെങ്ങനെ HCF കാണുന്നത്? എല്ലാ പോർഷൻസും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട്. അത് 2021 മറ്റോ ആണ്. അപ്പോൾ കുറച്ച് പോർഷൻസൊക്കെ ഡിലീഷൻ ഉണ്ട്. ബാക്കി നിങ്ങൾക്ക് അതിൽ നോക്കി പഠിക്കാം. അപ്പോൾ ഈ രണ്ട് നമ്പറിൻ്റെ HCF എന്ന് പറയുന്നത് എന്ത് വരും? കോമൺ ഫാക്ടറിൻ്റെ ലോവസ്റ്റ് പവർ, ദാറ്റ് ഈസ് 2, അതിൻ്റെ പ്രോഡക്റ്റ് 3ൽ ലോവസ്റ്റ് പവർ 3 ആണ്, 23ൽ 23 തന്നെയാണ്. സോ 2 into 3 into 23, ദാറ്റ് ഈസ് 6 into 23 വരും. ദാറ്റ് ഈസ് 138 വരും. ഓക്കെ, സോ 138 is the answer. So this is the answer key, no? 138. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. MCQ ആണ്. LCM ഓഫ് 3 നമ്പേഴ്സ് 28 44 132. ഓക്കെ, അതൊരു MCQ ക്വസ്റ്റ്യൻ ആണ്. പ്രൈം ഫാക്ടറൈസ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ലോങ് ഡിവിഷൻ തന്നെ ചെയ്ത് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 14 22 66 again 2 7 11 33. ഓക്കെ, 7 1 11 33. Next number 11 1 1 3 again 3 1 1 1. So the LCM is the product of 2 into 2 into 7 into 11 into 3. അപ്പോൾ ഇതിൽ 2 into 2 4 4 into 11 44. ഓക്കെ, മൾട്ടിപ്ലൈ ഫാസ്റ്റ്. 2 into 2 4 4 into 11 44 44 into 3 into 7. ഇതാണ് എനിക്ക് കിട്ടുന്നത്. സോ 44 into 3 ചെയ്യുമ്പോൾ 132 കിട്ടുന്നുണ്ട് ഇൻറ്റു 7. സോ ഐ ഗെറ്റ് ദ ആൻസർ 924 ആണ് എനിക്ക് കിട്ടുന്നത്. ആൻസർ ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. യെസ്, 924 is the correct answer. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കൂ. If the product of two coprine numbers is 553, then their HCF.
കോപ്രൈം നമ്പേഴ്സ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുള്ളവർക്ക് നത്തിങ് ടു തിങ്ക് അബൌട്ട്. കോപ്രൈം നമ്പേഴ്സ് മീൻസ് 2 numbers ഹാവിങ് കോമൺ ഡിഫറൻസ് 1. അത് ഞാൻ റിയൽ നമ്പേഴ്സ് പഠിപ്പിക്കുമ്പോഴൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ പ്രൈം നമ്പറുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. കോപ്രൈം നമ്പേഴ്സ് ഇപ്പോൾ 2ഉം 9ഉം നോക്കൂ, ഇത് രണ്ടും പ്രൈമാണോ? ഇത് മാത്രമേ പ്രൈമുള്ളൂ. ദിസ് ഈസ് നോട്ട് പ്രൈം. അപ്പോൾ ഇതിൻ്റെ കോമൺ ഫാക്ടർ എത്രയാണ് വരുന്നത്? 1 ആണ്. സോ ജസ്റ്റ് ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കോപ്രൈം നമ്പേഴ്സിൽ എപ്പോഴും കോമൺ ആയിട്ട് ഏത് നമ്പറേ ഉള്ളൂ? 1 ഉള്ളൂ. സോ നിങ്ങൾക്ക് കണ്ണും അടിച്ചതിൻ്റെ ആൻസർ എഴുതാം. ഇറ്റ് ഈസ് 1. കണ്ടോ? ഇപ്പോൾ ഞാൻ സോൾവ് ചെയ്യുന്നത് കേരളത്തിലെ പേപ്പേഴ്സാണ്. സെറ്റ് 1ലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഏതാ ക്വസ്റ്റ്യൻ വന്നത്? ഇപ്പോൾ 3 ക്വസ്റ്റ്യൻസ് കിട്ടി. അപ്പോൾ റിയൽ നമ്പേഴ്സിന് ഇപ്പോൾ 3 മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് √3 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പഠിപ്പിച്ച് റിയൽ നമ്പേഴ്സിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊരു ചോയ്സ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതും ഇതേപോലെ തന്നെ ഇറാഷണൽ പ്രൂഫാണ്. അപ്പോൾ ഈ ഇറാഷണൽ നമ്പർ പ്രൂഫ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉള്ളതാണ്. അപ്പോൾ 3+3 ടോട്ടൽ നിങ്ങൾക്ക് എത്ര മാർക്കായി? 6 മാർക്കായില്ലേ? അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിന് ടോട്ടൽ മിനിമം 6 മാർക്ക് കിട്ടും. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ സെറ്റ് 1ലെ ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇനി ഞാൻ പോയി സെറ്റ് 2 നോക്കട്ടെ. സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നറിയില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻ സെയിം ആയിരിക്കും, ചിലപ്പോൾ ഷഫിൾഡ് ആയിരിക്കാം. നോക്കാം. സെറ്റ് 2ലെ ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആണ്. MCQ ഇതാണ് ക്വസ്റ്റ്യൻ. ഇഫ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദിസ് നമ്പർ ഇസ് ഗിവൺ ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് a + 2b. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. ഞാൻ ഓൾറെഡി പ്രൈം ഫാക്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. 2³ ഇൻറ്റു 3² ഇൻറ്റു 5 × 7. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രൈം ഫാക്ടറൈസേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ തന്നെ പെട്ടെന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ 2³ കറക്റ്റാണ്. 3യുടെ പവറാണ് a ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി a 2 ആണ്. ദെൻ 7 ഓൾറെഡി ഇവിടെയുണ്ട്. അപ്പോൾ b ആണില്ലാത്തത്. സോ b 5 ആണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നു. b 2 അല്ല, b 5. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഫൈൻഡ് ചെയ്യേണ്ടത് ഏതാണ്? a + 2b. a എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് 5 × b, 2 × b, ദറ്റ് ഈസ് 2 × 5. 2 × 5 10, 10 + 2 12. ഇപ്പം തന്നെ ശരി. അപ്പോൾ നോക്കൂ, 12 ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് 1ലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഷഫിൾഡ് ആണ്, ചില ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആണ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 3 മാർക്കിൻ്റെ. പ്രൂവ് ദാറ്റ് √3 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. എവിടെ? ദിസ് ക്വസ്റ്റ്യൻ, √3 ഇറാഷണൽ. ഓർ ഒരു ചോയ്സ് ഉണ്ട്, പ്രൂവ് ദാറ്റ് √2 + √3 ദ ഹോൾ സ്ക്വയർ ഈസ് ആൻ ഇറാഷണൽ നമ്പർ ഗിവൻ ദാറ്റ് √6. അപ്പോൾ ഇത് എങ്ങനെയായാലും ഒരു ഷുവർ ക്വസ്റ്റ്യനിലുള്ളതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത് എല്ലാവരും ബേസിക് പേപ്പറിലായാലും സ്റ്റാൻഡേർഡിലായാലും ഇറാഷണൽ പ്രൂഫ് വരുന്നുണ്ട്. അത് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് സെറ്റ് 2ൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് സെറ്റ് 3യുടെ ആൻസർ കീ ആണ്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ റിയൽ നമ്പേഴ്സ് എന്നാണ്. ദ LCM ഓഫ് ദി സ്മോളസ്റ്റ് പ്രൈം നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് ഓഡ് കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, സ്മോളസ്റ്റ് പ്രൈം നമ്പർ നമുക്കറിയാം, ഇറ്റ് ഈസ് 2 ആണ് അല്ലേ? സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പറും നമുക്കറിയാം, ഇറ്റ് ഈസ് 4 ആണ്. പക്ഷേ സ്മോളസ്റ്റ് കോമ്പോസിറ്റ് അല്ല ചോദിച്ചിട്ടുള്ള, ഓഡ് കോമ്പോസിറ്റ് നമ്പറാണ്. ഓഡ് കോമ്പോസിറ്റ് നമ്പർ ഇസ് 9 ആണ്. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 2 × 9 18. ദിസ് ഈസ് ദ ആൻസർ. നോക്കൂ, കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 15th സെയിം ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ചെയ്ത സെറ്റിൽ തന്നെയാണ്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കിയേ, ഗ്രേറ്റസ്റ്റ് നമ്പർ, ദ സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ ചില സെറ്റിലെല്ലാം സെയിം ആയിരിക്കും, ചില ഡിഫറെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഷഫിൾഡ് ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക്, അത് ഉറപ്പായിട്ടും ഇറാഷണൽ പ്രൂഫായിരിക്കാം. നോക്കാം. ഇതാണ് ആ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. സെയിം ആയിരുന്നു, എല്ലാ പേപ്പറിലും സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ,
അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ സോൾവ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ സോൾവ് ചെയ്തത് ഒള്ളി കേരളത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിലെ ആൻസേഴ്സാണ്. ഓക്കെ, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഔട്ട്സൈഡിലും CBSE സ്കൂളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ CBSE നടത്തിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും റിയൽ നമ്പേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസും കൂടി സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമല്ലോ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണോ വരുന്നതെന്ന് ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അല്ല എന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ മാത്രം അല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ബുക്ക് പഠിച്ചാലാണ് നിങ്ങൾക്ക് 100-ൽ 100 മാർക്കും വാങ്ങിക്കാൻ പറ്റുന്നതെന്നുള്ളതൊക്കെ ഞാനൊരു ക്ലാസ് എടുത്ത് തരാം. സോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.